വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിഴിഞ്ഞം പദ്ധതിയിലെ ഓഹരി കൈമാറ്റത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൂട്ടി പൂർണ്ണ അറിവുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വന്ന പഴയൊരു വാർത്ത ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിച്ചത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോ അറിവോ ഇല്ലാതെ ഇത്തരം വൻകിട ഓഹരി കൈമാറ്റങ്ങൾ നടക്കില്ലെന്ന ആരോപണം തെറ്റാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഈ ഇടപെടലിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി മാത്രമായിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയർന്നുവെന്ന കടൽ കൊള്ള ആരോപണങ്ങളെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൂട്ടി പൂർണ്ണമായ അറിവുണ്ടായിരുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഇതിന് തെളിവായി മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വന്ന പഴയൊരു വാർത്തയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. തുറമുഖത്തിന്റെ ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമരുമായ MSCയും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായ ചർച്ചകൾ നടത്തി വരികയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. ഈ ചർച്ചകളെ കുറിച്ച് 2026 ജൂൺ 5 തന്നെ ദേശാഭിമാനി പത്രം വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും പാർട്ടി പത്രത്തിന് ഈ വാർത്ത ലഭിക്കാനുള്ള യഥാർത്ഥ ഉറവിടം അന്നത്തെ LDF സർക്കാർ തന്നെയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഔദ്യോഗികമായി സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSCയുടെ ഉയർന്ന പ്രതിനിധികൾ പങ്കെടുത്ത കാര്യവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ മുൻകാല യാഥാർത്ഥ്യങ്ങളും ഔദ്യോഗിക ചർച്ചകളും പൂർണ്ണമായി മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം സതീശൻ അദാനി കൂട്ടുകെട്ടും കടൽ കൊള്ളയുമെന്ന് ആരോപിച്ച് ചില കേന്ദ്രങ്ങൾ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തുറമുഖത്തിന്റെ സുപ്രധാനമായ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ UDF സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും തങ്ങളുടെ വിയോജിപ്പും അതൃപ്തിയും ഔദ്യോഗികമായി തന്നെ കമ്പനിയെ അറിയിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കമ്പനി ഇപ്പോൾ ഓഹരി കൈമാറ്റത്തിനായുള്ള ഔദ്യോഗിക അപേക്ഷ സർക്കാരിന് സമർപ്പിക്കാൻ തയ്യാറായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അപേക്ഷ നിലവിൽ എംപവേർഡ് കമ്മിറ്റിയുടെ വിപുലമായ പരിശോധനയിലാണുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ കരാറിൽ തന്നെ ഒരു കമ്പനിക്കും കുത്തകാവകാശം നൽകരുതെന്ന വ്യക്തമായ വ്യവസ്ഥ തുടക്കത്തിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്ന രീതിയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ സുപ്രധാന വ്യവസ്ഥ കരാറിൽ ഉൾപ്പെടുത്താൻ മുൻകൈയെടുത്ത മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ മന്ത്രി K. ബാബുവിനും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയും അവരെ സെല്യൂട്ട് ചെയ്യുകയും ചെയ്തു. വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തികച്ചും വൈകാരികമായാണ് പ്രതികരിച്ചത്. ആദ്യമായി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന് മാധ്യമങ്ങളോട് ചോദിച്ച അദ്ദേഹം സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങളും വിലപ്പെട്ട വിഭവങ്ങളും ഒരു സാഹചര്യത്തിലും ആർക്കും ബലി കഴിക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പൂർണ്ണമായും സുതാര്യവും നിയമപരവുമായ നടപടികളുമായി മാത്രമേ സർക്കാർ മുന്നോട്ടു പോകൂ എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉറപ്പിച്ചു പറഞ്ഞു.